അടിക്ക് തിരിച്ചടിയുമായി ഇറാൻ ഇസ്രായേൽ സംഘർഷം മുറുകുന്നു. പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധഭീതിയിലാണ്. എണ്ണ സംഭരണശാലകൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയായി വീണ്ടും മിസൈൽ ആക്രമണവുമായി ഇറാൻ രംഗത്തെത്തി. ഇസ്രായേൽ നഗരങ്ങളായ തെൽ അവീവ്, ജെറുസലേം എന്നിവ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ആക്രമണങ്ങൾ. ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയ വിവരം ഇറാൻ വാർത്താ ഏജൻസിയായ ഇർന സ്ഥിരീകരിച്ചു. ഹൈഫയിലും തെല്ലവീവിലും നടത്തിയ ആക്രമണങ്ങളിൽ ചുരുങ്ങിയത് 6 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. തെല്ലവീവിലും ജെറുസലേമിലും സ്ഫോടന ശബ്ദം കേട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 20 മിനിറ്റോളം ഇസ്രായേൽ നഗരങ്ങളിൽ ആക്രമണത്തെ തുടർന്ന് മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ഇസ്രായേൽ നഗരങ്ങളിലെ കെട്ടിടങ്ങളിൽ തീപടരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹൈഫയിലെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാന്റെ ഓയിൽ റിഫൈനറികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. ദക്ഷിണ ഇറാനിലും സഹറാനിലെയും ഓയിൽ റിഫൈനറികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. റിഫൈനറിക്ക് നേരെ ചെറിയ ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായതെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ സൈന്യത്തിൻ്റെ 3ാമത്തെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെട്ട് ഇറാന്റെ വ്യോമ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ ഇറാന്റെ സൈനിക കമാൻഡോകൾ കസ്റ്റഡിയിലെടുത്തതായും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മധ്യേഷ്യയിലെ സംഘർഷങ്ങൾ കൂടുതൽ ശക്തമായ രീതിയിലേക്ക് നീങ്ങുകയാണ്. ഇതേ തുടർന്ന് പ്രദേശത്ത് അടിയന്തര സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടതായുള്ള അവകാശവാദം ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല എങ്കിലും വിമാനങ്ങൾ തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാനിയൻ സൈന്യം ഇറാന്റെ പൊതു ടെലിവിഷന് നൽകിയ പ്രസ്താവനയെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന, തസ്നീം, ടൈംസ് ഓഫ് തെഹ്റാൻ എന്നിവ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ജെറ്റിലെ പൈലറ്റുമാരുടെ സ്ഥിതിയെക്കുറിച്ച് വ്യത്യസ്ത വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പൈലറ്റിനെ ജീവനോടെ പിടികൂടിയെന്ന് ചില ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പൈലറ്റിനെക്കുറിച്ച് വിവരമില്ലെന്നാണ് ചിലരുടെ റിപ്പോർട്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാകും F-35ൻ്റെ പതനം. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇതിനിടെ ഇസ്രായേലി ജെറ്റുകൾ വെടിവെച്ചിട്ടതായുള്ള 3 റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇസ്രായേലി പ്രതിനിധികൾ രംഗത്ത് എത്തിയിരുന്നു. ഇറാനിയൻ മാധ്യമങ്ങൾ നുണ പറയുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതേസമയം ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് പിന്തുണ നൽകിയാൽ USA, UK, ഫ്രാൻസ് രാജ്യങ്ങളുടെ കപ്പലുകളും സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഈ സമയം ഇറാന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. തെഹ്റാനെതിരെ ആഞ്ഞടിക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവിയും വ്യക്തമാക്കി. ഇതിനിടെ സംഘർഷത്തിൽ മധ്യസ്ഥനാകാൻ ഒരുക്കമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ സംഭാഷണത്തിലാണ് പുടിൻ്റെ പ്രതികരണം. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഹൈഫയിൽ വൻ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. യമനിലെ ഹൂതി സൈനിക മേധാവിയെ ലക്ഷ്യം വെച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. ആക്രമണം തുടരുമെന്ന് ഇറാനും ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട്.